ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് റവ ഇഡ്ഡലിയാണ്. റവ ഇഡ്ഡലി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഈ റവ കൊണ്ട് പല സാധനങ്ങളും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ചിലവർ റവ ഉപ്മാവ് അത് ഇതൊക്കെ ഉണ്ടാക്കുന്ന കാരണം ഇത്തിരി നമ്മൾക്കൊരു മടുപ്പ് തോന്നും. പിന്നെ ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ റവ എല്ലാവർക്കും ഈ ഉപ്മാവ് രാവിലെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു നെങ്ങരിച്ചിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകും. നമുക്കൊരു ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതായത് റവ കൊണ്ട് നമുക്ക് പല വ്യത്യസ്തങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിക്കണേ അടിപൊളി ടേസ്റ്റി ആയിരിക്കും. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ പോലത്തെ ടേസ്റ്റി ആയിരിക്കും ഈ ഉണ്ടാക്കുന്നത്. ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് റവയാണ്. നോക്കിക്കോളൂ, റവ പറയുമ്പോൾ വറുത്ത റവയൊക്കെ നമ്മൾ പാക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. വറുക്കാത്ത റവ വാങ്ങിക്കണം. ഫസ്റ്റ് റവ, തൈര്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, നെയ്യ്, കടുക്, വറ്റൽമുളക്, പിന്നെ കറുവേപ്പിലൻ്റെ ഇല, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ റവ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോണത്. ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതായത് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കേണ്ടതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാനോ ചീനിച്ചട്ടി എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായി ഒന്ന് ചൂടാവട്ടെ. നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതാ ഞാൻ ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് 2ആയി മുറിച്ചതാണ്. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പായി നന്നായി നോക്കിക്കോളാം. ഈ ബ്രൗൺ കളർ വരണം. നമുക്കൊരു പാത്രത്തിൽ കൊട്ടിക്കൊടുക്കാം. ഇതിൽ തന്നെ നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക. അതേപോലെ 50 ഗ്രാം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുന്തിരിങ്ങ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കമ്മിയിൽ വെച്ചിട്ട് കടുക് ഒന്ന് വറുത്തെടുക്കാം. കടുക് ആവശ്യത്തിന് ഇട്ടോളൂ. 1 സ്പൂൺ ഇട്ടോളൂ. അതിൽ തന്നെ ഇട്ടോളൂ, നെയ്യിൽ തന്നെ ഇട്ടോളൂ. ഇനി കടുക് പൊട്ടിക്കഴിഞ്ഞത് ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞിട്ട് വറ്റൽമുളക് ഒരു 5-6 വറ്റൽമുളക് ഇടുന്നുണ്ട്. ഗ്യാസ് ഓഫാക്കണം, ഇല്ലെങ്കിൽ വറ്റൽമുളക് കരിഞ്ഞു പോകും. നമ്മൾക്കിതിൽ കൂടെ ഇനി ഒരു പിഞ്ച് കറുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൊട്ടിക്കൊടുക്കാം. നമ്മൾക്ക് ഇനിയാണ് അളവ് എടുത്തിട്ട് ഇളക്കി വെക്കേണ്ടത്. അതായത് റവ നമുക്ക് അളവ് എടുക്കണം. അതിന് കൂടാനോ കുറയാനോ പാടില്ല. എടുക്കുക, ആവശ്യത്തിന് എടുത്തുണ്ടാക്കുക. പക്ഷെ കപ്പ് എടുത്തിട്ട് ഏത് പാത്രം എടുക്കണോ അതിനനുസരിച്ചിട്ടായിരിക്കണം റവ എടുക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇങ്ങനെ ഒരു കപ്പ് ഇടുന്നുണ്ട്. ഞാൻ 2.5 കപ്പ് എടുക്കുന്നുണ്ട്. ഒരു കപ്പ്, ഇത് 1/2 കപ്പാണ്. 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് പാക്കറ്റ് മേടിച്ചിട്ടും ഉണ്ടാക്കാം. അധികം പുളി ഉണ്ടാകാൻ പാടില്ല. പുളി ഇത്തിരി കുറവായിരിക്കും. രണ്ട് കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിലെടുത്തിരിക്കുന്നത് 2.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് ഇളക്കി നോക്കട്ടെ. എന്നിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് തൈര് ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഉപ്പ് ഇപ്പം ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുക്കേണ്ടത് നോക്കിക്കോളൂ. ഇതിലിപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഇളക്കണം. തൈര് നമ്മൾ ഒപ്പം ഒഴിക്കുമ്പോഴും കുറച്ച് അളവ് കുറച്ചൊഴിക്കണം. നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒഴിക്കാമല്ല. ജാസ്തി ആയി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് റവ കൊണ്ടുകൊണ്ട് വരും. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതിലിപ്പോൾ 1 കപ്പും കൂടി 1/2 കപ്പും കൂടി തൈര് ഒഴിക്കേണ്ടി വരുന്നുണ്ട്. കണ്ടില്ലേ, ഇത്തിരി കട്ടിയായിരിക്കണം. നമുക്ക് ഇത്തിരി ഇഡ്ഡലി പരുവം വേണം. അപ്പോൾ ഞാൻ 1/2 കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇളക്കണതാണ്. നല്ല ഇളക്കി വെക്കണം. ഉപ്പും ഇതും എല്ലാം കറക്റ്റായിരിക്കണം. അപ്പം അങ്ങനെ തൈരൊക്കെ ഒഴിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ. നമുക്കിപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. കയ്യിലൊക്കെ ഇതിൽ തന്നെ ഇരുന്നോട്ടെ. നമുക്കിനി വേറെ കയ്യിലൊന്നും എടുക്കണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിനെയൊന്ന് ഞാൻ മൂടി വെക്കട്ടെ. 1/2 മണിക്കൂർ കഴിയട്ടെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിടിലമായിട്ട് ഒരു ചട്നി ഉണ്ടാക്കിയിട്ട് വരാം. അപ്പം അങ്ങനെ 1/2 മണിക്കൂറായി. ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇഡ്ഡലി പാത്രം വെച്ച് കൊടുക്കാം.
വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം എത്രയാണെങ്കിലും കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഒരു ഇഡ്ഡലി വയ്ക്കുമ്പോൾ എത്ര വെള്ളം വയ്ക്കണമെന്ന്. അടുത്തത് നമുക്ക് വേണ്ടത് ഇഡ്ഡലി പാത്രത്തിൽ ഈ ഇഡ്ഡലിൻ്റെ തട്ടിൽ നമുക്ക് നെയ്യൊന്ന് തേച്ച് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നെയ്യ് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഈസിയായി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത്. നമുക്കൊന്ന് നെയ്യോ എണ്ണയോ എന്താണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഇപ്പോൾ നെയ്യ് നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇതിൽ നമുക്കിനി ഓരോ കുഴിയിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അരമണിക്കൂറായി, നോക്കിക്കോളൂ. ഇത് വലിയ കയ്യിലായത് കൊണ്ടാണ് ചന്തമൊന്നും ഇല്ലാത്തത്. നമുക്ക് ചന്തം വരത്തില്ലെങ്കിൽ ചെറിയ സ്പൂൺ ഇട്ടിട്ട് ചിലതിൽ ഇത്തിരി ജാസ്തി വീണിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിങ്ങനെ ഭംഗിയിലേക്ക് ആക്കി വരാം. ഇത് വേകുമ്പോൾ ഇഡ്ഡലി പോലെ ആയിരിക്കും. ഭംഗിക്ക് ചെറിയ സ്പൂൺ വെച്ച് നമുക്ക് ഭംഗിയാക്കുകയും ചെയ്യാം. ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതൊന്നും കൂടെ നമ്മുടെ മാവ് പോലത്തെ നമ്മൾ അത്ര ലൂസാക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് റവയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കട്ടിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇഡ്ഡലി പോലെ ആക്കാൻ പറ്റും. ചെറിയ സ്പൂൺ എടുത്തിട്ട് നമ്മളത് അങ്ങനെ ഒന്ന് കറക്റ്റാക്കി വെച്ചാൽ മതി. നമ്മുടെ അരിമാവും കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല റവ കൊണ്ടുണ്ടാക്കണത്. അത് പറഞ്ഞാൽ ഭംഗി കിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇഡ്ഡലി പരുവത്തിൽ പോലെ ആയില്ലേ. നന്നായി ഒന്ന് വേവട്ടെ, അത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇഡ്ഡലി ഒന്ന് തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്, എന്നാലും ഒന്ന് കുത്തി നോക്കാം. ഈ വെന്ത അടയാളം ഈ സ്പൂണിൽ വരില്ല. ഇങ്ങനെ കുത്തുമ്പോൾ ഇതാണ് വെന്ത അടയാളം, സ്പൂണിൽ ഉണ്ടാവില്ല. ഇനി നമുക്കിതിനെ ഒന്ന് എടുത്ത് വെളിയിൽ വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി ചൂടാറിയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. എടുക്കാനൊക്കെ വേഗം കിട്ടും, നെയ്യൊക്കെ തേച്ചത് കാരണം. ഈസിയായിട്ട് എടുക്കാൻ കിട്ടുന്നത് കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റ് ചെയ്യണം. നമ്മൾക്കിപ്പോൾ ജോലിക്ക് പോകുമ്പോഴോ സ്കൂൾ കുട്ടികൾക്ക് കൊടുത്തയച്ച് വിടാനോ ഒക്കെ ഒരു 4 3 ആക്കി കൊടുത്ത് അടിപൊളി ടേസ്റ്റി ആയിട്ട് കുട്ടികൾ കഴിക്കും. നമുക്ക് ജോലിക്ക് പോകുമ്പോഴും വേഗം ധൃതിയിൽ ഉണ്ടാക്കി കൊണ്ടുപോവുക. അങ്ങനെ ഇന്ന് നമ്മുടെ റവ ഇഡ്ഡലിയൊക്കെ അടിപൊളി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കണം. മറ്റാരിനെയുമല്ല ഞാൻ വിളിക്കുന്നത്, ഫൈസലിനെയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഫൈസലെ, നമ്മുടെ റവ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുഡാണ് ഉണ്ടാക്കിയിരിക്കണേ അല്ലേ? അതെ, റവ ഇഡ്ഡലി. ഞാൻ എന്റെ ജീവിതത്തിൽ കഴിക്കാത്ത ഒരു സാധനമാണ് റവ ഇഡ്ഡലി. കാരണം ഇത് അധികം ഹോട്ടലുകളിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഈ സാധനം. ഇതൊക്കെ നമ്മള് സ്വന്തം ഉണ്ടാക്കി ചെയ്യുന്നത്. അതല്ലേ, എന്തായാലും ചേച്ചിന്റെ കണ്ടുപിടുത്തമല്ല, കാരണം ഇത് ചില ഭാഗങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോ എനിക്ക് ഇങ്ങനെ ഒരു റവ ഇഡ്ഡലി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരെ എന്തായാലും കുറച്ച് ചിലവേറെ ആയിട്ടാണ് അല്ലേ? ശരി, എന്തായാലും ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കിയോ? ചട്നിയൊക്കെ സാധാരണ ചട്ടിയാണെന്ന് തോന്നുന്നല്ലേ? അടിപൊളി ടേസ്റ്റ് ചട്നിയൊക്കെ അങ്ങോട്ട് ഒഴിച്ച്. പക്ഷെ എന്തെന്നായാലും നല്ല കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് അവിടെ അടങ്ങൂല്ലേ? എന്തായാലും കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ട് കഴിച്ചു നോക്കാം. സോഫ്റ്റ് ആയിട്ടുണ്ട് പറയാ. ഓ, നന്നായിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് കടിക്കുമ്പോ മുന്തിരിങ്ങയും ഒക്കെ കടിക്കുമ്പോ അടിപൊളിയായിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഇഡ്ഡലി പോലെയുള്ള ഒരു സാമ്യമൊന്നും ഇല്ല അല്ലേ? അയ്യേ, പേരില് മാത്രമേ സാമ്യമുള്ളൂ അല്ലേ? അതെ, പക്ഷെ കഴിക്കാൻ നന്നായിരിക്കും. ആർക്ക് വേണമെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ കൊടുക്കാം. ഇത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, 4 മണിക്ക് ചായയിലും എന്ത് വേണമെങ്കിലും ചെയ്യാലോ അല്ലേ? ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ നമുക്കൊരു പുതിയ അഗതികൾ വരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ചെയ്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് ചെയ്യണം. ഇതില് ചട്നി, സാമ്പാർ എന്ത് കൂട്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് ഇതിൽ കഴിക്കാൻ പറ്റും. സാമ്പാറിലേക്ക് നല്ല ചേർച്ചയാണ്. സാമ്പാർ പറഞ്ഞപ്പോഴാണ് ഓർമ്മ എന്ന് പറയാം. അപ്പൊ എന്തായാലും വീഡിയോ അതിന്റെ അല്ലേ? സൂപ്പർ ഇഡ്ഡലിയാണ്. നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നാളെ ട്രൈ ചെയ്ത് നോക്കുക. അതെ, ഇത് ട്രൈ ചെയ്തിട്ട് ഇതിന്റെ കമന്റ്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കണം. അപ്പൊ എന്താ പറയാനുള്ളത്? അപ്പൊ ഇതേപോലെ ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിക്കണു. അപ്പൊ അതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അയച്ച്
ഞങ്ങളെ ഹാപ്പി ആക്കുക, നിങ്ങളെ ഞാൻ ഹാപ്പി ആക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം അടുത്ത പറയാം, വീഡിയോ എന്താണപ്പോ? അടുത്തത് ഇനിയിപ്പോ ഇതിനെ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് ഇതിനിവിടെ വീട്ടിൽ എളുപ്പം ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പോ എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടല്ലേ. ശരി, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.